നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ലോയലാണോ? ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടുള്ള വ്യക്തി നിങ്ങളോട് ലോയലാണോ? ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. ഓക്കെ, നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് കറണ്ട് എനർജി? നിങ്ങളോട് കാണിക്കുന്ന കറണ്ട് എനർജിയാണ്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ? നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ലവേഴ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്കും 6 ഓഫ് വാണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും 110% നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ലോയലായിട്ടുള്ള സ്നേഹം തന്നെയാണ് വന്നിരിക്കുന്നത്. ലവേഴ്സിൻ്റെ എനർജിയും അതുപോലെ തന്നെ 6 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജിയും വളരെ ലോയലായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, താങ്ക് യു പറയൂ. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞിട്ട് താങ്ക് യു പറയൂ. എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാർമിക്കാണ്, അല്ലെങ്കിൽ ഒരു കർമ്മഫലമായിട്ട് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണോട് നന്ദി പറയുക. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളൊന്നാകും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന എനർജി എന്താണ്? ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കാർഡ്സ് ലവേഴ്സ് കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യം നിങ്ങളെ ഒരു തമാശയ്ക്കുള്ള സ്നേഹമല്ല ഇത്. അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ വാല്യൂ അവർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് അവർ വില മതിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ പ്രകടമാക്കിയിട്ടുള്ള സ്നേഹം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ആവശ്യം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇടപഴകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡിലെ വ്യക്തി തൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില വികാരങ്ങൾ നിങ്ങളോട് ഓപ്പൺ ആക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതുവരെ പോയ രീതിയിലല്ല റിലേഷൻഷിപ്പ്, ഒരു പുതിയ ഘട്ടത്തിൽ മുന്നോട്ട് പോകണമെന്നും അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാർഡിലെ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഒരു ഡെവിളിൻ്റെ എനർജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കൺട്രോളിൽ തന്നെ നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ സ്നേഹത്തിന് അർഹയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.